Good morning, viewers. Welcome to my channel. ഇന്ന് 24 സെപ്റ്റംബർ. ഇപ്പോൾ ഞാൻ നിഫ്റ്റി കാണുന്നത് 25,931 കാണുന്നത്. സോ എൻ്റെ വ്യൂ പ്രകാരം ഇന്ന് ഉച്ചക്ക് കുറച്ച് 26,000 വരെ പോകുന്നു തോന്നുന്നു നിഫ്റ്റി. കാരണം ഇതിപ്പോൾ എക്സ്പയറി വീക്ക് ആയതുകൊണ്ട് വലിയൊരു മൂവ് മാർക്കറ്റിൽ വളരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ 26,000 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. 26,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് വിൽ മൂവ് ഹയർ. പക്ഷേ ഈ സീരീസ് 26,000 നിൽക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പം ചെയ്യാന്ന് വെച്ചാൽ മെയിൻലി ചെയ്തത് ഈ ടാറ്റ സ്റ്റീലാണ് നമ്പർ 1 കാണുന്നത്. പിന്നെ കാണുന്നത് എം&എം ഈ 2 ദിവസം വെച്ചിട്ട് ഇപ്പോൾ 3,000 രൂപേനെ മുകളിൽ എം&എം ചെയ്യുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് എന്ന് ചെയ്യുന്നുണ്ട്. മാരുതി, HDFC ബാങ്ക്, ഭാരതി എയർടെൽ, HCL ടെക് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വലിയ മൂവ്മെൻ്റ് ഒന്നും ചെയ്തില്ല. കാരണം വെച്ചാൽ ടെൻ റുപ്പി അപ്പ് 10 റുപ്പി ഡൗൺ എന്നുള്ള ഒരു ലെവലിലുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്ത് കാണുന്നത്. ഇപ്പോൾ റിലയൻസ് നോക്കുക വെച്ചാൽ റിലയൻസ് ഈസ് ഓൾസോ സെയിം 3,300 റുപ്യേൻ്റെ ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് താണു വന്ന് 2,975 ഒന്നിപ്പം ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്ന കാണുന്നത്. സോ HDFC ബാങ്ക് കുറച്ച് മൂവ് ചെയ്ത് പിന്നെ അത് താണു വന്നു. പിന്നെ അത് 1754-55 പിന്നെ അത് മാർക്കറ്റിൽ അവിടെ സപ്പോർട്ട് കാണുന്നുണ്ട് ഞാൻ. സോ 1754 ഡേ ട്രേഡേഴ്സിന് ജസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റാവുന്ന ഒരു റേഞ്ചാണ് അത് 1754. അതുപോലെ ഭാരതി എയർടെൽ ഓൾമോസ്റ്റ് ഇഫ് യു ഗെറ്റ് സംവെയർ അറൗണ്ട് 1700 ലെവലിലൊക്കെ ട്രേഡേഴ്സിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവലാണ്. ആർക്ക് ലെവലൊക്കെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലാണ്. സോ ഭാരതി എയർടെൽ ഇന്നലെ 2 ദിവസം ചെയ്തിട്ട് ഭാരതി എയർടെൽ അങ്ങനെ കുറയുന്നൊന്നുമില്ല. ഈ സ്റ്റോക്കുകളൊക്കെ ഇന്ന് നന്നായി ചെയ്ത സ്റ്റോക്കുകളാണ്. പക്ഷേ ഓവറോൾ പറയുന്നത് HDFC, ICICI, സ്റ്റേറ്റ് ബാങ്ക്, LIC ഒക്കെ ഇന്ന് വലിയൊരു മൂവ് ചെയ്തിട്ടില്ല. കാരണം HDFC നോക്കുക വെച്ചാൽ 0.27% ചെയ്തിട്ടുള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഇതിൽ നന്നായി ചേരുന്നു. സ്റ്റേറ്റ് ബാങ്ക് പ്ലസ് 0.13% ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഫൈനാൻസ് സെക്ടറിൽ പറയാൻ വെച്ചാൽ LIC ഓൾസോ ഇന്ന് ഡൗൺ ആണ്. ബജാജിൻ്റെ ടിൻസ് നോക്കുക വെച്ചാലും ബജാജ് ഫിൻസേർവ് ചെയ്തത് 3,066 ബജാജ് ഫൈനാൻസ് ചെയ്യുന്നത് 7,537, അതും ഡൗൺ ആണ്. സോ ഓവറോൾ ഫൈനാൻസ് സെക്ടറിൽ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഞാൻ കാണുന്നില്ല. അത് മെയിൻലി ബിക്കോസ് ഓഫ് ദി എക്സ്പയറി അടുപ്പിച്ചായിരിക്കും. പിന്നെ റിലയൻസ് ചെയ്യുന്നത് ഈസ് നോട്ട് ബ്രേക്കിംഗ് 3,000 അബവ് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു സ്റ്റിഫ് റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഇനി കൺസ്യൂമർ സെക്ടറിൽ പോകാൻ വെച്ചാൽ യൂണിലിവർ 2,972, ITC ചെയ്യുന്നത് 540. പക്ഷേ ഇതൊക്കെ വളരെ ഹൈ പ്രൈസിലാണ് ഉള്ളത്. ഓൾമോസ്റ്റ് ഹൈ തന്നെ ഉള്ളത്. അതുകൊണ്ടാണ് അത് മുകളിലേക്ക് പോകാനുള്ള റെസിസ്റ്റൻസ് കാണിക്കുന്നത്. പിന്നെയും റെസിസ്റ്റൻസ്. സോ മാർക്കറ്റിലൊരു കറക്ഷൻ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു കറക്ഷൻ ഉണ്ടാവും മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എല്ലാ സ്റ്റോക്കും ഇപ്പം എവറിഡേ ഗോയിങ് അപ്പ് എന്ന് വെച്ചാൽ പണ്ടാര ഒരു മരവും ആകാശത്തിൻ്റെ മുകളിൽ വളരുമോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നിപ്പം വേറെ ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ നല്ലൊരു ചെയ്ത സ്റ്റോക്കുകൾ ഇന്ന് വലിയൊരു അൺയൂഷ്വൽ മൂവ് ചെയ്ത് ആസ്ട്രാസെനിക്ക ഫാർമ എന്നൊരു കമ്പനിയായിരുന്നു. 7,452 റുപ്യേൻ്റെ പ്രൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈ പി ആണ് 194 റുപ്യ ആസ്ട്രാസെനിക്ക ചെയ്യുന്നത്. പിന്നെ XRO ടൈൽ എന്നൊരു കമ്പനി 94 റുപ്യ ചെയ്യുന്ന കമ്പനിയാണ്. പക്ഷേ XROൻ്റെ EPS ഗ്രോത്ത് എല്ലാം നെഗറ്റീവാണ്. EPS ഗ്രോത്ത് ഉള്ള ഞാൻ പറഞ്ഞൊരു കമ്പനി ഇതായിരുന്നു GC വെഞ്ചേഴ്സ് എന്നുള്ള കമ്പനി. അത് മെയിൻലി റിയൽ എസ്റ്റേറ്റിൽ ചെയ്യുന്നൊരു കമ്പനിയാണ് GC വെഞ്ചേഴ്സ് എന്നുള്ള കമ്പനി. അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ നോക്കാൻ പറ്റുന്നൊരു സ്റ്റോക്കായിരുന്നു GC വെഞ്ചേഴ്സ്. അത് വലിയൊരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു കമ്പനി ആയിരുന്നു അത്. പിന്നെ വെച്ചാൽ ഞാൻ കാണുന്നത് വെച്ചാൽ ഇന്ത്യയിലുള്ള മിക്കവാറും ഈ കോർപ്പറേറ്റ്സിൽ അവരെ മാനേജേഴ്സ് ആർ പെയ്ഡ് മോർ ദാൻ ദേ ഷുഡ് ബി എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി കോർപ്പറേറ്റ്സിൻ്റെ ടോപ്പിലൊക്കെ ഉള്ള എക്സിക്യൂട്ടീവ്സിന് nowadays the companies are paying huge salary. That is not justifiable എന്ന് എനിക്ക് തോന്നുന്നു. ഓഫ് കോഴ്സ് അവരുടെ ഷെയർ പ്രൈസ് കൂടുന്നുണ്ട്, അത് ശരി തന്നെ. പക്ഷേ അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഒരു സാലറി ഡിസൈഡ് ചെയ്യുന്നതിൽ ഇറ്റ് ഈസ് നോട്ട് ഐ എം നോട്ട് ഇൻ ഫേവർ ഓഫ് ദാറ്റ്. പിന്നെ ഈ മാർക്കറ്റ് എക്കണോമിയിൽ എന്ന് വെച്ചാൽ പീപ്പിൾ ആർ റിവാർഡഡ് അക്കോർഡിംഗ് ടു ദർ പ്രൊഡക്ടിവിറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഇന്നലെ ഈ സാംസങ്ങിൻ്റെ ഈ സ്ട്രൈക്കിനെ കുറിച്ച്, ചെന്നൈയിലുള്ള കമ്പനിയിലുള്ള സ്ട്രൈക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചൊരു കാര്യം. അവർ നമ്മൾക്ക് അതേ ജോലി ചെയ്യുന്ന കൊറിയറുള്ള
ജോലി ചെയ്യുന്ന നമ്മളെ ഈ സാംസങ്ങിലുള്ള ആൾക്കാർക്ക് നമ്മളെക്കാട്ടും ഒരു 10 ടൈംസ് സാലറി കൂടുതൽ കിട്ടുന്നുണ്ട്. അതെന്താ അതിൻ്റെ പ്രശ്നം വെച്ചാൽ നിങ്ങൾ നോക്കാൻ വെച്ചാൽ സ്വീഡനിലൊരു തൊഴിലാളിക്ക് ഈസ് പെയ്ഡ് 50 ടൈംസ് വാട്ട് ദ ഇന്ത്യ ഗെറ്റ്സ് പെയ്ഡ് ഫോർ ദ സെയിം ജോബ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇവിടെയുള്ളൊരു തൊഴിലാളിക്ക് പറയും എനിക്ക് സ്വീഡനിലുള്ള അതേ ലേബർ വേജ് തന്നെ എനിക്ക് ഇന്ത്യയിൽ തരണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു ബസ് ഡ്രൈവർ, സ്വീഡനിലെ ബസ് ഡ്രൈവറും ഇന്ത്യയിലെ ബസ് ഡ്രൈവറും നോക്കാൽ സ്വീഡനിലെ ബസ് ഡ്രൈവർ ഇസ് പെയ്ഡ് 50 ടൈംസ് മോർ ദാൻ ദ ബസ് ഡ്രൈവർ ഇൻ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ചെന്നൈയിലുള്ള ഒരു ബസ് ഡ്രൈവറെ കാട്ടും 50 ടൈംസ് മോർ പെയ്ഡ് ആണ് അവിടെ. അതെന്ന് വെച്ചാൽ അവർ എന്താ അത് ദാറ്റ് ഷോസ് ദ റിലേറ്റീവ് പ്രൊഡക്ടിവിറ്റി ആണോ അത് കാണിക്കുന്നത്. അതല്ല അവിടുത്തെ ഇഷ്യൂ എന്താ വെച്ചാൽ നമ്മളെ ഇന്ത്യയിലെ ഒരു വലിയൊരു പ്രശ്നം വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിമം വേജ് ലെജിസ്ലേഷൻ ഉണ്ട് ഇവിടുത്തെ. അപ്പോൾ എന്താ സംഭവിക്കുക എനിക്ക് തോന്നിച്ചാൽ ഇത് ഒരു ഇൻഎഫിഷ്യൻറ്റ് റിവാർഡിങ് ഓഫ് ദി ഇൻഡിവിജ്വൽ ടാലൻറ്റ്സ് ആൻഡ് എഫോർട്ടാണ്. എസ്പെഷ്യലി ഒരു കമ്പനിയുടെ വരുമ്പോൾ അവർ ഫോറിനിലൊരു കമ്പനി, അതിപ്പോൾ ആപ്പിൾ ആയാലും ശരി അല്ലെങ്കിൽ സാംസങ് ആയാലും ശരി, ഇവർ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഞാനൊരു ഇൻവെസ്റ്റർ, നിങ്ങൾ ഏതെങ്കിലും ഒരു കൺട്രി പോയിട്ട് അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേഷൻ നിങ്ങൾ വായിക്കും. ഗവൺമെൻറ് ലെജിസ്ലേഷൻ പ്രകാരം ഒരു എംപ്ലോയിക്ക് അവർ ഓരോന്നും സാലറി ഫിക്സ് ചെയ്യുന്നുണ്ട്. മിനിമം സാലറി ഇത്രേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ഈ ഒരു സാധാരണ ഒരു ഫാക്ടറി വർക്കേഴ്സിന് മിനിമം സാലറി എത്രയാണെന്ന് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആ റേഞ്ചിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു 10% ഹയറുള്ള ഈ കമ്പനി മിക്കവാറും സാലറി എല്ലാം ഫിക്സ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ ഈ കൊറിയയിൽ കിട്ടുന്ന ശമ്പളവും അല്ലെങ്കിൽ സ്വീഡനിൽ കിട്ടുന്ന ശമ്പളവും എനിക്ക് വേണമെന്ന് ഇവിടെ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ മിനിമം വേജ് എന്നുള്ള സംഭവം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വലിയൊരു പ്രോബ്ലം. മിനിമം വേജ് ഇല്ല, ഫ്രീ ലേബർ മാർക്കറ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ റിവാർഡ് പീപ്പിൾ എഫിഷ്യൻ്റ്ലി ആൻഡ് ജസ്റ്റിഫൈ അവർക്ക് അവരുടെ വർക്കിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന സാലറി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വേജ് ഗ്യാപ്പ് ഈ സമ്പന്ന രാജ്യങ്ങളും പുവർ കൺട്രികളും അല്ലെങ്കിൽ റിച്ച് കൺട്രീസിലും ദർ ഈസ് എ ഹ്യൂജ് വേജ് ഗ്യാപ്പ്. അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രൊഡക്ടിവിറ്റി പ്രകാരമല്ല കൊടുക്കുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇന്നലെ സാംസങ്ങിൻ്റെ വർക്കേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ട സമയത്ത് കൊറിയയിൽ ഇത്ര ശമ്പളം കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇത്ര ചീപ്പ് ഇന്ത്യയിലെ ലേബറായി ഈ സാംസങ്ങിലെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സാംസങ് കമ്പനിക്കാർക്ക് ഈ എംപ്ലോയീസിനെ കൊറിയയിൽ കൊണ്ടുപോയി കൊടുക്കാണ്? ഇവിടെ ചീപ്പല്ലേ, ഇവിടുന്ന് അവർക്ക് എല്ലാവരും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് കൊറിയയിൽ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചാൽ അവിടെ വളരെ ചീപ്പ് സാലറി കൊടുത്തിട്ട് ഇവർ വർക്ക് ചെയ്യാൻ റെഡിയല്ലേ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എമിഗ്രേഷൻ കൺട്രോളാണ്. ഗവൺമെൻറ് അതിന് ഫ്രീ എമിഗ്രേഷൻ കൊടുക്കുന്നില്ല ഈ വർക്കേഴ്സിന് എമിഗ്രേഷൻ കൺട്രോൾ. ഒരു ഫോറിൻ വർക്കർക്ക്, ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു വർക്കർക്ക് ഫോറിനിൽ പോയിട്ട് അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനൊരു എമിഗ്രേഷൻ കൺട്രോൾ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ റിച്ച് കൺട്രി അവർക്ക് ഹൈലി പ്ലേസ്ഡും ആൻഡ് ഹൈലി സാലറിയും അവരെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കീപ്പ് ചെയ്യാൻ ഗവൺമെൻറ് ഒരു എമിഗ്രേഷൻ കൺട്രോൾ വെച്ചു. അല്ലെങ്കിൽ ഈ ഇവിടുന്ന് യൂറോപ്പിലുള്ള എല്ലാ സ്ഥാപനങ്ങളും വർക്ക് ചെയ്യാൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുള്ള ആൾക്കാർ പോയിട്ട് അവിടെ അവരെ എടുത്താൽ പോരെ, അവർക്ക് വളരെ ചീപ്പില്ല. കമ്പനീസിനൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ വോൾസ് വാഗണൊക്കെ പിന്നെ ആഫ്രിക്കയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ 10 പൈസക്ക് ആൾക്കാർ വർക്ക് ചെയ്യാനിടയ്ക്ക് ജർമ്മൻകാർ ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇത് ലാർജ്ലി ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി പൊളിറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. പിന്നെ ഈ പുവർ പീപ്പിൾ ലിവിങ് ഇൻ പുവർ കൺട്രി, നമ്മളെ ഇന്ത്യനെ പോലെ രാജ്യങ്ങളിലെ പുവർ പീപ്പിൾ ഒരിക്കലും ഒരു റിച്ച് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന റിച്ച് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ലേബറെ കോമ്പറ്റേറ്റ് ചെയ്യാനോ ഔട്ട്സ്മാർട്ട് ചെയ്യാനോ വളരെ വിഷമാണ്. കാരണം അവരുടെ സിസ്റ്റംസും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, നമ്മളെ നാട്ടിലെ പോലെയുള്ള. സോ മോസ്റ്റ് ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ ദേ കനോട്ട് ഡൂ ദ സെയിം. നമ്മൾ ജപ്പാനിൽ കാണുന്ന പോലെയോ നിങ്ങൾ നോക്ക്, പിന്നെ ചൈനയിൽ ഒരു പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഷൂസ്, ഒരു ഷൂ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന അതേ ഷൂ ഒരു പെണ്ണുങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഈ നമ്മളെ കേരളത്തിലൊരു ഷൂ കമ്പനി ഉണ്ടാക്കിയാൽ കിട്ടുമോ? നെവർ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നൈക്കിയിൽ കേരളത്തിൽ പ്ലാന്റ് ഇട്ടിട്ട് കിട്ടൂലേ? എന്തുകൊണ്ട് നൈക്കി കേരളത്തിലൊന്നും വന്ന് ചെയ്യാത്തത്? കാരണം അവരൊക്കെ ആ ലേബർ വേജസിൽ അത്ര ഷൂസ്, ഒരു ദിവസം അത്ര ഷൂസ് നമ്മൾ കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അതാണ് ഡിഫറൻസ്. അതാണ് ഈ ചൈനയും വിയറ്റ്നാമും ഈ കമ്പനികൾ അവിടെയെല്ലാം പോയിട്ട് ഈ സ്പോർട്സ് ഗുഡ്സ് ഒക്കെ വരുന്നതും ഷൂസൊക്കെ ഉണ്ടാക്കുന്ന അവിടെ എന്താ മാനുഫാക്ചറിങ് പ്ലാൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങൾ ആ പ്രൊഡക്ടിവിറ്റിയും അവിടെയുള്ള സിസ്റ്റംസും ഡിഫറെൻ്റ് ആണ്. അതാണ് അതിൻ്റെ വലിയൊരു വ്യത്യാസം. പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ലോകത്തിൽ ഈ കമ്മ്യൂണിസം എന്തുകൊണ്ടാണ് ഫെയിലായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് നമ്മൾ കേരളത്തിലും സോവിയറ്റ് റഷ്യയിലും അല്ലെങ്കിൽ ക്യൂബയിലും ഇങ്ങനെയുള്ള വലിയ വലിയ കമ്മ്യൂണിസ്റ്റ് ഈസ്റ്റ് ജർമ്മനി ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു.
വെസ്റ്റ് ബംഗാൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. ഇതിവിടെയൊക്കെ കമ്മ്യൂണിസം ഫെയിലാനുള്ള ഒരു പ്രധാന കാരണം. അത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണിത്. കാരണം വെച്ചാൽ പണ്ട് ആഡം സ്മിത്ത് എന്ന് പറഞ്ഞ ലോകത്തിലെ വളരെ ഫേമസ് ആയ ഒരു എക്കണോമിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആർക്കും അറിയുന്നവർക്ക് എക്കണോമിക്സ് പഠിച്ചു കൂട്ടർക്ക്. ആഡം സ്മിത്തിൻ്റെ ഒരു ഫേമസ് ആയ വാക്കുണ്ടായിരുന്നു, ഇറ്റ് ഈസ് നോട്ട് ഫ്രോം ദി ബെനവലൻസ് ഓഫ് ദി ബുക്ചർ, ദി ബ്രൂവർ ഓർ ദി ബേക്കർ ദാറ്റ് വി എക്സ്പെക്ട് അവർ ഡിന്നർ ബട്ട് ഫ്രോം ദ റിഗാർഡ് ടു ദർ ഓൺ ഇൻട്രസ്റ്റ്. അതെന്താ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിസം ഫെയിൽ ചെയ്യാനുള്ള കാരണം വെച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളിപ്പോൾ ഒരു നിങ്ങളെ നാട്ടിൽ വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ വരുന്നുണ്ട്. അവർ നിങ്ങളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനങ്ങളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലൊക്കെ തുറക്കുന്നത്. നിങ്ങളെ നാട്ടിലെ ഒരു ബുക്ചർ ഉണ്ട്, ചിക്കൻ വാങ്ങിക്കാൻ നിങ്ങൾ ഈ ചിക്കൻ തിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ഷോപ്പ് അവർ ഓപ്പൺ ചെയ്യുന്നത്. സോ നിങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു ബേക്കറി ഉണ്ട്, അവൻ ബേക്കറി സാധനങ്ങൾ വെക്കുന്നത് എൻ്റെ നിങ്ങളെ മക്കൾക്കൊക്കെ സ്വീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു 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 ബെനിവലൻസ് കൊണ്ടാണ് അയാൾ ചെയ്യുന്നത്. അല്ലല്ലോ, അയാൾക്കുള്ള സെൽഫ് ഇൻട്രസ്റ്റ്, അയാൾക്ക് അതിൻ്റെ അകത്ത് അത് കിട്ടുന്നുള്ളതല്ലേ. അതാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. ഇത് അവരുടെ ബെനിവലൻസ് കൊണ്ടല്ല നമ്മൾക്ക് ഇത് കിട്ടുന്നത്, അവരെ ദർ ഓൺ ഇൻട്രസ്റ്റ് ആണ് ആഡം സ്മിത്തിൻ്റെ ഫേമസ് ആയ വാക്ക്. അതിൻ്റെ ഈ കമ്മ്യൂണിസം ഫെയിൽ ചെയ്തത്. കാരണം കമ്മ്യൂണിസം എന്താ ചെയ്യുന്ന വെച്ചാൽ, കമ്മ്യൂണിസം ഫെയിൽഡ് ഈ ഒരു ബേസിക് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലേ, ആ സെൽഫിഷ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ദർ ഓൺ ഇൻട്രസ്റ്റ്, അത് ഈ കമ്മ്യൂണിസത്തിലില്ല. എക്കണോമി, അവർ കമ്മ്യൂണിസ്റ്റ് എക്കണോമിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ദേ അസ്യൂം എവ്രി വൺ ടു ബി സെൽഫ്ലെസ് ഓർ ലാർജ്ലി അൾട്രൂസ്റ്റിക്. എന്താ വെച്ചാൽ അൾട്രൂസ്റ്റിക് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈസ് ഷോയിങ് ആൻ അൺസെൽഫിഷ് കൺസേൺ ഫോർ ദി വെൽഫെയർ ഓഫ് അതേഴ്സ്. അങ്ങനെ ഒരു സെൽഫിഷ്നെസ് ഇല്ലാത്തൊരു സൊസൈറ്റിയിൽ, സെൽഫിഷ്നെസ് ഇല്ലാത്തൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ആണ് മാത്രമേ കമ്മ്യൂണിസം സക്സസ്ഫുൾ ആവുന്നതാണ് ഈ ആഡം സ്മിത്തിൻ്റെ ഒരു വാക്കുകളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ. കാരണം ഓൾ പീപ്പിൾ ആർ സെൽഫിഷ്. ഒരു കമ്പനിയിൽ എടുക്കുക വെച്ചാൽ മാനേജ്മെന്റ് സെൽഫിഷ് ആണ്. ദേ എക്സ്പ്ലോയിറ്റ് അതർ ഹ്യൂമൻ മോട്ടീവ്സ്, ഹ്യൂമൻ ബീങ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും ആൻഡ് ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ പീപ്പിൾ. ഇപ്പം നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എടുത്താൽ വെച്ചാൽ ആരാ സെൽഫ്ലെസ് ആയിട്ടുള്ള ഇവിടെ? നിങ്ങളെ അറിയാമല്ലോ, ഞാനതിനെ കുറിച്ച് കൂടുതൽ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ സെൽഫ്ലെസ് ആയിട്ടുള്ള മനുഷ്യന് ഗ്രീഡ്, സെൽഫിഷ്നെസ് ഇല്ലാത്തൊരു സൊസൈറ്റിയിൽ മാത്രമേ കമ്മ്യൂണിസം വളരും. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ആഡം സ്മിത്ത് പറയുന്നത് വെച്ചാൽ, ഈ മോട്ടിവേഷൻ, ആ സെൽഫിഷ് മോട്ടിവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തുന്നത്? എന്താ പിന്നെ വാട്ട് ഈസ് ദ പർപ്പസ് ആയി റൺ ഹോസ്പിറ്റൽ? ഞാനിപ്പം കണ്ണൂർ ഒരു വലിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അത് പ്രോഫിറ്റ് മോട്ടീവ് എനിക്കെൻ്റെ സെൽഫിഷ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് നടത്തേണ്ട ആവശ്യം? സോ അതാണ് വേറൊരു ക്യാപിറ്റലിസ്റ്റ് ചിന്ത, അതൊരു ക്യാപിറ്റലിസ്റ്റ് തോട്ടാണ് കേട്ടോ. സോ ഐ എക്സ്പ്ലോയിറ്റ് അതർ ഹ്യൂമൻ ബീങ് ആൻഡ് ഐ മേക്ക് മണി. സോ ദാറ്റ് ഈസ് എ ക്യാപിറ്റലിസ്റ്റ് തോട്ട്. കമ്മ്യൂണിസ്റ്റ് തോട്ടിൽ ഇങ്ങനെയൊരു സെൽഫിഷ്നെസ് ഉദിക്കുന്നില്ല, സെൽഫിഷ്നെസ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാർക്കും സെൽഫിഷ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആരാന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ അതിൻ്റെ അകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം ഇതാണ്, നമുക്ക് ഈ സെൽഫിഷ്നെസ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മാർക്സ് ബുക്ക് എഴുതിയ പോലെ നിങ്ങൾക്ക് യാതൊരു സെൽഫിഷ് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഒരു സിസ്റ്റത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാമെങ്കിൽ ദാറ്റ് വിൽ ഹോൾട്ട്. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ട്രേഡിങ്ങിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വൺ മാൻസ് ലോസ് ഈസ് അതർ മാൻസ് ഗെയിൻ. യു ട്രേഡ്, യു ബാറ്റ്, ടേക്ക് എ ബാറ്റ് അഗൈൻസ്റ്റ് അതർ ഫെലോ, അവൻ്റെ ലോസാണ് നിങ്ങളെ ഗെയിൻ. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ ക്യാപിറ്റലിസ്റ്റിൽ ഈ ചീറ്റിംഗ് ഉണ്ടാവും, ട്രൈങ് ടു ക്യാച്ച് ദ ചീറ്റേഴ്സ് ആൻഡ് പണിഷിങ് ദ കോട്ട്, ഇതെല്ലാം ഉള്ളത് തന്നെ ക്യാപിറ്റലിസ്റ്റ്. അത് നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കാം, കുറേ ആൾക്കാർ പൈസ മുക്കിപ്പോയതും പൈസ കമ്പനി മുക്കിപ്പോയതിലും അല്ലെങ്കിൽ ഇവിടുത്തെ സഹകരണ ബാങ്കുകൾ ഉള്ള പൈസ സ്വിൻഡിൽ ചെയ്യുന്നതും ഇതൊക്കെ നിങ്ങൾക്ക് ദിവസം വായിക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കമ്മ്യൂണിസത്തിൻ്റെ പരാജയത്തെക്കുറിച്ചാണ്. ഇതിനാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെ പരാജയം പറഞ്ഞത്. കാരണം ഈ സെൽഫ്ലെസ് സൊസൈറ്റിയിൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആവും. സോ എനിവേ ഞാൻ മാർക്കറ്റിലേക്ക് പിന്നെ വരാം. കാരണം വെച്ചാൽ ഇന്നിപ്പം ഞാൻ മാർക്കറ്റിൽ എക്സ്പയറി ആയതുകൊണ്ട് ഐ ആം നോട്ട് സീയിങ് എനിത്തിങ്. വലിയൊരു 2 ദിവസം ട്രേഡ് ചെയ്യാൻ പൊതുവെ ഞാൻ എക്സ്പയറിൻ്റെ ആ വീക്കിൽ ഐ ഡോണ്ട് ഇനീഷ്യേറ്റ് ഇൻ ട്രേഡ് ഓൾസോ. ഞാൻ ആരെയും ട്രേഡ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ എൻ്റെ സ്റ്റാൻഡ് തന്നെയാണ്. ഇപ്പം മാർക്കറ്റ് വളരെ ഹൈയിലാണ്. ഞാനൊന്നും ബൈ റെക്കമെൻഡേഷനൊന്നും ഞാനിപ്പം എനിക്ക് മാർക്കറ്റിൽ ബൈ ചെയ്യാനൊന്നും എനിക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല. I will just watch the market. When the market comes to my terms and conditions, I will consider buying. That is my view. Thank you very much. Have a nice day. So kindly do subscribe my channel. I have only one humble request to you.